നടിയുടെ പരാതിയിൽ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തി. രേഖകൾ പിടിച്ചെടുത്തതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും അറിയുന്നു. പരാതിക്കാരിയെ എത്തിച്ചായിരുന്നു പരിശോധന നടത്തിയത്. പ്രതികൾക്ക് കീഴ്ക്കോടതി അനുവദിച്ച ജാമ്യത്തിനെതിരെ അപ്പീൽ പോകാനും അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ട്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ഈ പരിശോധനയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒപ്പം അന്വേഷണ സംഘത്തിന്റെ മറ്റു നീക്കങ്ങൾ എങ്ങനെ? കഴിഞ്ഞ ദിവസം കേസിൽ അന്വേഷണ സംഘം സമർപ്പിച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കോടതി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് നീങ്ങുകയാണ് പോലീസ് സംഘം. ഇതിൽ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ പ്രധാനമായും പരിശോധന നടത്തി. അവിടെ അമ്മയിൽ ചേരുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ എത്തിച്ച് ഫോം ഫില്ല് ചെയ്യുന്ന ഘട്ടത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതിക്കാരിയുടെ ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരാതിക്കാരിയെ അടക്കം അവിടെ എത്തിച്ചാണ് ഈ പരിശോധന നടത്തിയത്. നേരത്തെ ഈ ഫ്ളാറ്റിന്റെ താക്കോൽ നൽകിയിരുന്നില്ല. ഇതേ തുടർന്ന് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല ഇടവേള ബാബു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം ഈ മുൻകൂർ ജാമ്യം കഴിഞ്ഞ ദിവസം കോടതി മുകേഷിനും അതോടൊപ്പം തന്നെ ഇടവേള ബാബുവിനും ഒക്കെ അനുവദിച്ചിരുന്നു. ഇതിനെതിരെ കീഴ്ക്കോടതിയുടെ നടപടിക്കെതിരെ അപ്പീൽ പോകാൻ അന്വേഷണ സംഘം ആലോചിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നിയമോപദേശവും പോലീസ് തേടിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ മുൻകൂർ ജാമ്യം പ്രതികൾക്ക് ലഭിച്ചെങ്കിൽ പോലും അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിൽ തന്നെ മുന്നോട്ട് നീക്കാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പരിശോധന നടന്നത്. രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ നിന്ന് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല അമ്മയുടെ ഓഫീസിൽ, താരസംഘടനയുടെ അമ്മയുടെ ഓഫീസിൽ വീണ്ടും ഒരു പരിശോധനയും അന്വേഷണ സംഘം നടത്തി.